തിരുവനന്തപുരം തിരുവല്ലത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുഞ്ഞിനെ കൊണ്ടുപോയ മനോവിഷമം മൂലമാണ് ഷഹാന ആത്മഹത്യ ചെയ്തതെന്ന് എഫ്ഐആറിന്റെ പകർപ്പ് 24-ന്. അതേസമയം യുവതിയുടെ ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നു. ഷഹാനയുടെ മാതാവിന്റെയും പിതാവിന്റെയും മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. തുടർന്ന് ഷഹാനയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും പ്രതി ചേർക്കുന്ന കാര്യം പോലീസ് പരിശോധിക്കും. സംഭവത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചുള്ള നടപടി സ്വീകരിക്കാം. അപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതീവ ഗൗരവമുള്ള കാര്യം തന്നെയാണ്, അതീവ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ആർഡിഒയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ശേഷം നമുക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കും. എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, ഈ ഷഹാനയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ? വേണു, ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് വലിയ തോതിലുള്ള ഭർത്തൃ വീട്ടിൽ നിന്ന് ഭർത്തൃമാതാവിൽ നിന്നടക്കം ഇവർ വലിയ തരത്തിലുള്ള പീഡനം അനുഭവിച്ചിരുന്നു. വീട്ടിൽ നിന്ന് വലിയ രീതിയിൽ ക്രൂരതകൾ നേരിട്ടിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചില ദൃശ്യങ്ങളെല്ലാം നമ്മൾ തന്നെ പങ്കുവച്ചതാണ്. ഇവരുടെ ശരീരത്തിൽ വലിയ തോതിലുള്ള മുറിവുകളും മറ്റുമുണ്ടായിരുന്നു. കഴിഞ്ഞ 2 മാസമായി ഇവർ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് ഇവർ യുവതി ആത്മഹത്യ ചെയ്യുന്നത്. ഭർത്തൃ വീട്ടിലെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ഇവരെ വീട്ടിലേക്ക് വരണമെന്ന് നിർബന്ധിക്കുകയും കുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇവർ ആത്മഹത്യ ചെയ്തതിന്റെ എഫ്ഐആർ, പോലീസ് കേസെടുത്തതിന്റെ എഫ്ഐആർ ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു. എഫ്ഐആറിൽ പറയുന്നത് കുട്ടിയെ കൊണ്ടുപോയ വിഷമം മൂലം യുവതി ആത്മഹത്യ ചെയ്തു എന്നാണ്. പക്ഷേ ബന്ധുക്കൾ ഇത്തരത്തിലല്ല, നിരന്തരമായ പീഡനം മൂലം, മാനസിക വിഷമം മൂലമാണ് ഇവർ ആത്മഹത്യ ചെയ്തു എന്നാണ് ബന്ധുക്കളുടെ ഒരു ആരോപണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടെല്ലാം പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും തിരുവല്ലം പോലീസ് യുവതിയുടെ മാതാപിതാക്കളുടെ മൊഴി നിലവിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും യുവതിയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ പോലീസ് ഒരു തീരുമാനമെടുക്കും. എന്തായാലും കൂടുതൽ മൊഴിയിൽ ഭർത്തൃ വീടുകാർക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ, പ്രശ്നങ്ങൾ ഇവരെ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് കൂടുതൽ നടപടികളിലേക്ക് എടുക്കും. മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് കൃത്യമായി ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകും. ഇത് വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ഇത്തരം സംഭവങ്ങളിൽ സർക്കാർ ഗൗരവത്തോടെ കാണുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിലും ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേസന്വേഷണം ആദ്യഘട്ടത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം മൊഴിയും മറ്റും രേഖപ്പെടുത്തിയില്ലെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. എന്നാൽ നിലവിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ അവർ അത്തരത്തിലൊരു ആരോപണത്തിലേക്ക് കടക്കുന്നില്ല. നിലവിൽ തൃപ്തികരമാണെന്ന ഒരു പ്രതികരണമാണ് അവരോട് നേരിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും നിലവിൽ എടുത്തിരിക്കുന്ന കേസ് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. മറ്റ് പീഡനവുമായി ബന്ധപ്പെട്ട കേസൊന്നും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. വേണം. എ വി ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.